നമസ്കാരം. ഇന്ത്യൻ സംസ്കാരം എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മരണാനന്തര ബഹുമാനം തന്നെയാണ്. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുമ്പോൾ നേരിടുന്ന വിവേചനങ്ങൾക്കും അക്രമങ്ങൾക്കും പുറമെ മരണാനന്തരവും രക്ഷയില്ലാത്ത അതീവ ദയനീയമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു മനുഷ്യന്റെ അവസാന യാത്രയും അന്ത്യവിശ്രമവും പോലും വർഗീയ വിദ്വേഷത്തിന്റെ നിഴലിലാവുന്നത് ജനാധിപത്യ ഇന്ത്യക്ക് വലിയ അപമാനം തന്നെയാണ്. സമീപകാലത്തായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഈ പാരമ്പര്യത്തിന് കളങ്കമുണ്ടാക്കുന്നത് തന്നെയാണ്. ത്രിപുരയിലെ കുമാർഘട്ട് മുതൽ ഹൈദരാബാദിലെ പുരാനാപുൽ വരെയും ഉത്തർപ്രദേശിലെ ചരിത്ര സ്മാരകങ്ങൾ മുതൽ ഛത്തീസ്ഗഡിലെ ശ്മശാനങ്ങൾ വരെയും നടന്ന അതിക്രമങ്ങൾ ഒരു ഭയാനകമായ പ്രവണതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആരാധനാലയങ്ങൾക്കും ജീവിക്കുന്ന മനുഷ്യർക്കും നേരെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ മരിച്ചവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടങ്ങളിലേക്കും വിദ്വേഷം പടരുകയാണ്. ഇതിനെ കേവലം പ്രാദേശിക തർക്കങ്ങളോ യാദൃശിക സംഭവങ്ങളോ ആയിട്ട് കാണാൻ കഴിയില്ല. മറിച്ച് ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ തണലിൽ വളരുന്ന അസഹിഷ്ണുതയുടെ ഫലമാണെന്ന കാര്യം വളരെ കൃത്യവും വ്യക്തവുമാണ്. വിഷയത്തിലേക്ക് വരാം. സമീപകാലത്തായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നമ്മുടെ മരണാനന്തര ബഹുമതിക്ക് കളങ്കമുണ്ടാക്കുന്നതാണ്. ത്രിപുരയിലെ കുമാർഘട്ട് മുതൽ ഹൈദരാബാദിലെ പുരനാപുൽ വരെയും ഉത്തർപ്രദേശിലെ ചരിത്ര സ്മാരകങ്ങൾ മുതൽ ഛത്തീസ്ഗഡിലെ ശ്മശാനങ്ങൾ വരെയും നടന്ന അല്ലെങ്കിൽ അത്രയും ആ സ്ഥലങ്ങളിലൊക്കെ നടന്ന അതിക്രമങ്ങൾ ഒരു വലിയ കാര്യം വിരൽ ചൂണ്ടുന്നുണ്ട്. ആരാധനാലയങ്ങൾക്കും ജീവിക്കുന്ന മനുഷ്യർക്കും നേരെയുള്ള ആക്രമണങ്ങളിൽ നിന്നൊക്കെ മാറി മരിച്ചവർക്ക് സമാധാനം കൊടുക്കരുത് എന്ന രീതിയിലേക്ക് വിദ്വേഷം പടർന്നിരിക്കുന്നു. ഇതിനെ മറ്റു പലതുമായിട്ട് ആളുകൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളാണ് ഇതിന്റെ പിന്നിലെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം സംഭവങ്ങളുടെ ഒക്കെ യഥാർത്ഥ കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയ ശക്തികളായതുകൊണ്ട് മാത്രമാണ് ഇത് നിത്യ സംഭവങ്ങളായിട്ട് ഇവിടെ മാറുന്നത് എന്ന യാഥാർത്ഥ്യമാണ്. അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ് ഇവിടെ ഇന്ന് രാജ്യം ഭരിക്കുന്നത് പോലും. ത്രിപുരയിലും ഹൈദരാബാദിലും നടന്ന സംഭവങ്ങൾ പരിശോധിച്ചാൽ ചെറിയ വാക്ക് തർക്കങ്ങളോ ഫണ്ട് പിരിവോ പോലും വലിയ സാമുദായിക സംഘർഷങ്ങളിലേക്ക് വഴിമാറുന്നത് കൃത്യമായ ധ്രുവീകരണം നടന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവല്ലാതെ മറ്റെന്താണ്? ഉത്തർപ്രദേശിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്മാരകങ്ങൾ തകർക്കുന്നത് വഴി ചരിത്രത്തെ മാറ്റി എഴുതാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതുപോലെ ഛത്തീസ്ഗഡിൽ മതം മാറിയതിന്റെ പേരിൽ മൃതദേഹം പോലും അടക്കം ചെയ്യാൻ അനുവദിക്കാത്ത സാഹചര്യം ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളുടെ കടുത്ത ലംഘനവുമാണ്. ഇന്ത്യ ഭരിക്കുന്നത് BJP ആണെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന വിമർശനം ഇന്ന് പൊതുസമൂഹത്തിൽ ശക്തമായതും ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ. ഭരണകൂടത്തിന്റെ മൗനവും അക്രമികൾക്ക് ലഭിക്കുന്ന പരോക്ഷമായ പിന്തുണയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നുണ്ട്. ഭരണത്തിന്റെ ഉന്നത ശ്രേണികളിൽ ഇരിക്കുന്നവർ നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുമ്പോൾ അത് തെരുവിലെ അക്രമങ്ങളായി പരിണമിക്കുകയാണ് ഇവിടെ. ഇന്ത്യയുടെ ബഹുസ്വരതയെ തകർത്ത് ഒരു ഏകശിലാത്മക സംസ്കാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇത്തരം അക്രമങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. വികസനത്തെക്കുറിച്ചും ആഗോള നേതൃത്വത്തെക്കുറിച്ചും സംസാരിക്കുമ്പോഴും സ്വന്തം രാജ്യത്തെ ശ്മശാനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും സംരക്ഷണം നൽകാൻ കഴിയാത്തത് ജനാധിപത്യത്തിന് അപമാനകരമാണ് എന്ന് പറയാതെ വയ്യ. വിദ്വേഷം പടർത്തുന്ന സംഘടനകളെ നിയന്ത്രിക്കാനും നിയമവാഴ്ച ഉറപ്പാക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഇന്ത്യയുടെ പാരമ്പര്യമായ സഹിഷ്ണുതയും സമാധാനവും വെറും പുസ്തകത്താളുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോകും. സ്വന്തം പൗരന്മാരുടെ വിശ്വാസങ്ങളെയും അന്ത്യവിശ്രമ സ്ഥലങ്ങളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം ജനാധിപത്യത്തിന് എന്നും വെല്ലുവിളി തന്നെയാണ് എന്ന യാഥാർത്ഥ്യം ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയട്ടെ. ഇന്ത്യയുടെ ആത്മാവായ മതേതരത്വവും ഭരണഘടനാ മൂല്യങ്ങളും കടുത്ത വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഖബറുകൾക്കും ശ്മശാനങ്ങൾക്കും നേരെ തുടർച്ചയുണ്ടാകുന്ന അതിക്രമങ്ങൾ വെറും ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് കാണരുത്, മറിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ബോധത്തിനേൽക്കുന്ന ആഴത്തിലുള്ള മുറിവായിട്ട് നമ്മൾ തിരിച്ചറിയണം. മരിച്ചവർക്ക് പോലും സമാധാനപരമായ അന്ത്യവിശ്രമം നിഷേധിക്കപ്പെടുന്ന ഇത്തരം ക്രൂരതകൾ അരങ്ങേറുമ്പോഴും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരും അതിന്റെ നേതാക്കളും പുലർത്തുന്ന മൗനം അത്യന്തം അപകടകരമാണ്. ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ വിസ്മരിച്ചുകൊണ്ട് ഇത്തരം വർഗീയ അജണ്ടകൾക്ക് പരോക്ഷമായ അനുവാദം നൽകുന്ന നിലപാടാണ് ഭരണകൂടം സ്വീകരിക്കുന്നത് എന്ന വിമർശനം ഇവിടെയാണ് ഏറെ മൂർച്ച ഉള്ളതായി മാറുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ഓരോ പൗരനും തനിക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും ആചരിക്കാനുമുള്ള അവകാശം ഇന്ത്യയിലുണ്ട്. ഇതിൽ അന്തസ്സോടെയുള്ള മരണാനന്തര ചടങ്ങുകളും ഉൾപ്പെടുന്നു.
എന്നാൽ ത്രിപുരയിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും കണ്ടതുപോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്മാരകങ്ങളും ഖബറിടങ്ങളും തകർക്കപ്പെടുമ്പോൾ ഭരണകൂടം നോക്കി നിൽക്കുന്നത് മതേതരത്തോടുള്ള വെല്ലുവിളി അല്ലാതെ മറ്റെന്താണ്? വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇന്ത്യ എന്ന സങ്കല്പത്തിന് വിരുദ്ധമായി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് ജനാധിപത്യം വഴി മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ പലരും വഴി മാറ്റുകയാണ്. വിദ്വേഷം പടർത്തുന്നവർക്ക് സംരക്ഷണം ലഭിക്കുകയും ഇരയാക്കപ്പെടുന്നവർക്ക് വീണ്ടും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഒരു ജനാധിപത്യ രാജ്യത്തിന് ഒരിക്കലും ഭൂഷണമല്ല. രാജ്യത്തെ നയിക്കുന്നവർ ഇത്തരം ആക്രമണങ്ങളെ പരസ്യമായി തള്ളിപ്പറയാൻ തയ്യാറാകാത്തത് അക്രമികൾക്ക് നൽകുന്ന മൗനാനുവാദം കൂടിയാണ്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കുകയും ചരിത്ര സ്മാരകങ്ങളെയും ആരാധനാലയങ്ങളെയും വിവാദത്തിലേക്ക് വലിച്ചിഴകുകയും ചെയ്യുന്നത് ഭരണഘടനയോടുള്ള അവഹേളനമല്ലാതെ ഇവരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വികസനത്തിന്റെ തിളക്കത്തെക്കുറിച്ച് വാചാലരാകുമ്പോഴും പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഭരണകൂടം വലിയൊരു ജനാധിപത്യ വിരുദ്ധത തന്നെയാണ് പ്രദർശിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ തകർക്കുന്ന ഇത്തരം ശക്തികളെ നിലയ്ക്ക് നിർത്താനും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും സർക്കാർ തയ്യാറാകാത്ത പക്ഷം അത് ഇന്ത്യയുടെ മതേതര പ്രതിച്ഛായയെ ലോകത്തിനു മുന്നിൽ എന്നേക്കുമായി തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന വസ്തുത എടുത്തു പറയട്ടെ. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കും മുറിവേൽപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങൾ രാജ്യത്ത് ആവർത്തിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയവും സാമൂഹികവുമായ കാരണങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. ഇതിൽ പ്രധാനമായത് ഭരണകൂടം പുലർത്തുന്ന വിനാശകരമായ മൗനം തന്നെയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമവാഴ്ച ഉറപ്പാക്കേണ്ടവർ തന്നെ അക്രമികൾക്ക് പരോക്ഷമായ പിന്തുണ നൽകുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഉന്നത അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിദ്വേഷ പ്രസംഗങ്ങളും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളും സാധാരണ ജനങ്ങൾക്കിടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ബോധപൂർവം ഉപയോഗിക്കപ്പെടുകയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ജനങ്ങളെ മതത്തിന്റെ പേരിൽ ചേരിതിരിക്കുമ്പോൾ മരിച്ചവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടങ്ങൾ പോലും രാഷ്ട്രീയ ലാഭത്തിനുള്ള ആയുധങ്ങളായിട്ട് മാറി വരികന്നു. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വവും തുല്യനീതിയും വെറും കടലാസ് രേഖകളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ത്രിപുരയിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും എല്ലാം നടന്ന അതിക്രമങ്ങൾ പരിശോധിച്ചാൽ നിയമം നടപ്പിലാക്കേണ്ട പോലീസ് സംവിധാനം പലപ്പോഴും നിസ്സംഗത പാലിക്കുകയോ അല്ലെങ്കിൽ അക്രമകാരികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ആർട്ടിക്കിൾ 25 ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തെയും മൗലിക അവകാശങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ആൾക്കൂട്ട നീതി നടപ്പിലാക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ അതിനെ തടയാൻ BJP ഭരണകൂടം തയ്യാറാകാത്തത് രാജ്യത്തെ അരാജകത്വത്തിലേക്കാണ് നയിക്കുന്നത്. ചരിത്ര സ്മാരകങ്ങൾക്കും ഖബറുകൾക്കും മേൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അവ തകർക്കുന്നത് വഴി ഇന്ത്യയുടെ ബഹുസ്വരതയെ മായ്ച്ചു കളയാനുള്ള ഗൂഢമായ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും നിരന്തരം പ്രചരിപ്പിക്കപ്പെടുന്ന വിദ്വേഷം ജനങ്ങളുടെ സാമാന്യ ബോധത്തെയും അവരുടെ മനുഷ്യത്വത്തെയും ഇല്ലാതാക്കുന്നതാണ്. സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ വിശ്വാസങ്ങളെയും സ്മാരകങ്ങളെയും സംരക്ഷിക്കാൻ കഴിയാത്തത് ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ പ്രതിച്ഛായയെ മങ്ങലേൽപ്പിക്കുന്നു. വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഭരണഘടനയോട് അനാദരവ് കാണിക്കുകയും മതേതരത്തെ തകർക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ ജനാധിപത്യത്തിന് എന്നും ഒരു ശാപമാണ്. ഇത്തരം വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം ഉയർന്നു വരാത്ത പക്ഷം ഇന്ത്യയുടെ മതേതര അടിത്തറ ഇനിയും തകർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതിനെതിരെ ആഞ്ഞടിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ ഇന്ത്യൻ ജനത മാറിയിരിക്കുന്നു. ഇന്ത്യ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ പ്രസക്തമാണ്. ഇന്ത്യ എന്ന ആശയത്തെ അതിന്റെ വൈവിധ്യങ്ങളോടെ ഉൾക്കൊള്ളാനും സംരക്ഷിക്കാനും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എന്നും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത് സംഭവിക്കാത്തതിന്റെ കാരണം ഇവിടെ BJP ഭരിക്കുന്നു എന്നതുകൊണ്ടാണ്. BJP ഭരണത്തിന് കീഴിൽ ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഖബറുകൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ അതിക്രമങ്ങൾ അരങ്ങേറിക്കൊണ്ടേയിരിക്കുമ്പോൾ കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിലെങ്കിൽ രാജ്യത്തെ മതേതരത്വം കൂടുതൽ ശക്തമായി തന്നെ സംരക്ഷിക്കപ്പെടുമായിരുന്നു എന്നത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. അതാണ് സത്യവും. പലരും മൂടിവെക്കാൻ ശ്രമിച്ചേക്കാം, പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം. നെഹ്റുവിനെയും ഗാന്ധിയെയും പോലുള്ള മഹാരഥന്മാരായ നേതാക്കൾ പടുത്തുയർത്തിയ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. കേവലം ഒരു മതത്തിന്റെയോ വിഭാഗത്തിന്റെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തുല്യനീതി എല്ലാ പൗരന്മാർക്കും ഉറപ്പാക്കാൻ കോൺഗ്രസ് എന്നും മുൻഗണന നൽകിയിട്ടുണ്ട്. ഇന്ന് ത്രിപുരയിലും ഉത്തർപ്രദേശിലും കാണുന്നത് പോലെ വർഗീയ ശക്തികൾ ആൾക്കൂട്ട നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണകൂടം നിശബ്ദത പാലിക്കുന്ന സാഹചര്യം ഒരു കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ഉണ്ടാവുകയേയില്ല. നിയമവാഴ്ച ഉറപ്പാക്കാനും വർഗീയ ശക്തികളെ കർശനമായി നേരിടാനും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ കാണിക്കുന്ന ജാഗ്രത രാജ്യത്തിന്റെ സമാധാനം നിലനിർത്താൻ സഹായിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ളത് BJP ഭരണമാണ്.
ചരിത്ര സ്മാരകങ്ങളെയും ശ്മശാനങ്ങളെയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന പ്രവണത കോൺഗ്രസ് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതായത് ഇപ്പോൾ BJP ചെയ്യുന്ന നാറിയ കളി കോൺഗ്രസ് കളിച്ചിട്ടില്ല എന്നർത്ഥം. ഇന്ത്യയുടെ പൈതൃകം എന്നത് എല്ലാ മതവിഭാഗങ്ങളുടെയും കൂടിച്ചേരലാണെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇത്തരം സ്മാരകങ്ങളെ സംരക്ഷിക്കേണ്ടത് രാജ്യത്തിന്റെ കടമയായി കോൺഗ്രസ് കണക്കാക്കുന്നു. BJP ഭരണത്തിൽ അക്രമികൾക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ സംരക്ഷണം കോൺഗ്രസ് ഭരണത്തിൽ അസാധ്യമാണ്. വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് പകരം ഐക്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു ഭരണ നേതൃത്വം രാജ്യത്തിനുണ്ടാകുമായിരുന്നു എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഭരണഘടനയുടെ കാവലാളായി നിൽക്കാനും ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനും കോൺഗ്രസിന് എന്നും സവിശേഷമായ കരുത്തുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 25 നൽകുന്ന മതസ്വാതന്ത്ര്യം വെറും വാക്കുകളിൽ ഒതുങ്ങാതെ പ്രായോഗികമായി നടപ്പിലാക്കാൻ കോൺഗ്രസ് ഭരണം എന്നും ശ്രമിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭയമില്ലാതെ ഓരോ പൗരനും അന്ത്യവിശ്രമം കൊള്ളാനും ആരാധനകൾ നടത്താനുമുള്ള സാഹചര്യം കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. മതേതരത്വം എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് ഇന്ത്യയുടെ അസ്തിത്വത്തിന്റെ അടിത്തറ തന്നെയാണ്. ആ അടിത്തറയ്ക്ക് കോട്ടം തട്ടാതെ കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ഒന്നുകൂടി ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു.